നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല കേട്ടോ, ഡബിൾ ഹോഴ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ പരിപ്പ് പ്രഥമന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരൊറ്റ പാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചേരുവകൾക്കെല്ലാം കൂടിയിട്ട് ഒരു പ്രഥമൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അണ്ടിപ്പരിപ്പ് അവസാനം വറുത്തെടുത്താലും മതി. നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ അണ്ടിപ്പരിപ്പ് ആദ്യമേ വറുത്തെടുത്ത് വെച്ചു എന്ന് മാത്രം. നാളികേരക്കൊത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നെയ്യിലിട്ടിട്ട് വറുത്തെടുത്ത് വെച്ചാലും മതി. അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കാനായിട്ട് മാറ്റിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഏകദേശം 2 കപ്പ് വെള്ളം നമുക്ക് എടുക്കാം. അതായത് 400 മില്ലി വെള്ളം കേട്ടോ, അത്രയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാവും. അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പയ്യെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, ഇളക്കാതെ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെ കുറുകി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മതിയാവും നമുക്ക് പായസം റെഡിയായി കിട്ടാനായിട്ട്. റെഡിയായി വന്നാൽ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് നെയ്യും കൂടിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാളികേരക്കൊത്തും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കണം ആ ഒരു പരിപ്പ് പ്രഥമൻ്റെ ടേസ്റ്റ് ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാളികേരപ്പാലിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പാലുകളുടെയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയറിങ് കൂടി ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.